വണ്ടി വരുന്നില്ല പറഞ്ഞപ്പോൾ ഒരു ബൈക്കാണ് ഇങ്ങനെ കയറി ഇരിക്കും കങ്കാരി ഇരിക്കണ പോലെ. ഇത് കൂടെ എനിക്ക് എൻ്റെ ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ പേടിയുള്ള എത്തൂലെന്ന് വിചാരിച്ചു. ബിഗ് ബണ്ണിൻ്റെ അടുത്ത് നമ്മൾ എത്തുക. ഹലോ, നെക്സ്റ്റ് ഡേയാ ലണ്ടനിൽ. നമ്മളിപ്പോൾ ഡേയിലൊന്ന് കറങ്ങാൻ പോകാൻ നമുക്ക് അത് സമയമൊന്നുമില്ല. നമ്മൾ 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ എല്ലായിടത്തും ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ലേറ്റായി. ഇപ്പോൾ ഒരു 11:30 ആയി. നമ്മളിപ്പോൾ ലണ്ടനിൽ ഇപ്പോൾ നമുക്ക് ഡേ ടൈമിൽ കാണാൻ പറ്റും. മീൻസ് ടവർ ബ്രിഡ്ജ് ലൈക്ക് അങ്ങനെ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വന്ന് നമ്മൾ വീട്ടിൽ പോകും. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എടുക്കാം. ട്രെയിനിൽ സൗണ്ട് കാരണം വീഡിയോസ് എടുക്കാനും പിന്നെ ചെറിയ ചെറിയ ബിറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യും വീഡിയോയിൽ. ഇത്രയും വലിയ മിറർ ഇവിടെ ഉള്ളപ്പം കുറച്ച് ഷോ ഒക്കെ ഇറക്കണ്ടേ. അങ്ങനെ ഞാനും അവളും കുറച്ച് ഷോ ഒക്കെ അവിടെ നിന്ന് കാണിച്ചു. ആദ്യക്കുട്ടൻ പിന്നെ ഈ വാവയായിട്ട് നല്ല സെറ്റായി. അവിടെ നിന്ന് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളോട് പോയിക്കോന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണാനാ. ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇൻട്രോ എടുത്തപ്പല്ലേ അവിടെ ചെന്നിട്ട് കാണാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ട്രെയിൻ കാണാൻ പോകണം. അവിടേക്ക് കുറച്ചും കൂടെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഹായ് ഗൈസ് എന്ന് പറ. ഹായ് ഗൈസ് എന്ന് പറ. മെല്ലെ പോട്ടോ. ഇവിടെ വണ്ടികളൊന്നും വരുന്നില്ല. അത് കാരണം അവന് ഓടിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാം ഫ്ലാറ്റ്സ് ആണ്. അപ്പോൾ അത് കാരണം അധികം വണ്ടിയൊന്നുമില്ല. വല്ലപ്പോഴും വണ്ടി വരുന്നില്ല പറഞ്ഞപ്പോൾ ഒരു ബൈക്കാണ് അങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെ അവൻ നടക്കാൻ വിട്ട് നമ്മൾ സ്ട്രോളറിൽ ഇരിക്കില്ല. ട്രെയിനിൽ കയറുമ്പോൾ പിന്നെ അവിടെ തിരക്കായതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്ക് സ്ട്രോളറിൻ്റെ ആവശ്യം തന്നെ. ഇവിടുന്ന് കുഴപ്പമില്ല. എന്നാലും നടക്കട്ടെ. അവിടുന്ന് ഒരു 3 to 4 മിനിറ്റ്സ് നടന്നാൽ നമുക്കിവിടെ ട്രെയിൻ കയറാൻ പറ്റും. ആദ്യമാണെങ്കിൽ അവിടെ എത്താറായപ്പോഴത്തേനും നല്ല ഓട്ടം തുടങ്ങി. അവിടെ വണ്ടികളും കൂടുതലായിരുന്നു. പിന്നെ ഞാൻ അവനെ അങ്ങ് എടുത്തു. അതിൻ്റെ വഴക്കുണ്ടാക്കലായി കാണുന്നത് മൊത്തം. ഇടയ്ക്ക് ഇങ്ങനെ കയറി ഇരിക്കും കങ്കാരി ഇരിക്കണ പോലെ. ആദ്യം നമ്മൾ പോണത് ലണ്ടൻ ഐയിലാണ്. അവിടേക്ക് നമ്മൾ 2 ട്യൂബ് എടുത്തു. അതെ, ആ കിടക്കുന്ന എൻ്റെ മക തന്നെ. ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് മാഷാൻ ബിയറിലെ മാഷയുടെ പുനർജന്മമാണെന്ന്. പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ ആ ആഗ്രഹം നടത്തി കൊടുക്കണം. ഇതാണ് ആ ഫാദറിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ മകൻ ഇങ്ങനെ ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റേഷനിൽ വാട്ടർലൂ സ്റ്റേഷനിൽ വന്നു. നമ്മൾ ആദ്യം പോകുന്നത് ലണ്ടൻ ഐ കാണാനായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ എനിക്കിങ്ങനെ ഫോണിങ്ങനെ പിടിക്കാൻ പേടിയുണ്ട്. ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് പോകണത് കണ്ടിട്ട് എനിക്ക് സ്ട്രീറ്റിൽ കൂടെ ലണ്ടൻ സ്ട്രീറ്റിൽ കൂടെ എനിക്ക് എൻ്റെ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പേടിയുള്ളത് കൊണ്ട് ഞാൻ ഓരോരോ സ്പോട്ടിലെത്തുമ്പോഴേ വീഡിയോ എടുക്കുള്ളൂ. പിന്നെ ആരുമില്ലാത്ത സ്ഥലം, അത്ര തിരക്കില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞാനിങ്ങനെ വിറ്റെടുക്കണം. കേൾക്കൊന്നും അറിയില്ല. മോളിൽ കൂടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അത് അവർ രണ്ടുപേരും ഫ്രണ്ടിൽ നടക്കാം കേട്ടോ. നമുക്ക് ലണ്ടൻ അതിൻ്റെ അവിടെ നിന്ന് കാണാം. ആയിക്കോട്ടെ, അലമ്പാണ് ഗൈസ്, അലമ്പ്. പിന്നെ കുട്ടികളുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ വ്ളോഗിങ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അവളിപ്പോൾ ഓക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ലണ്ടനായി റീച്ചായി. ഓരോ സ്പോട്ടിൽ നിന്ന് ഓരോ സ്പോട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ മാക്സിമം സ്പീഡിൽ നമ്മൾ നടക്കും. കാരണം ടൈം കുറവാണ്. ഫുൾ റൈഡ് എൻജോയ് ചെയ്യാൻ കാര്യങ്ങളായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒന്നും അധികം ഫോക്കസ് ചെയ്തില്ല. ഇന്ന് ഫുള്ള് ഫോട്ടോഷൂട്ട്. ഇവിടെ ഒരാൾ കഴിച്ചങ്ങനെ തിരിച്ചു നടക്കും. ഞാനില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഫുള്ള് ഫോട്ടോ സെക്ഷനാണ്. അങ്ങനെ ഫുള്ള് ഫോട്ടോ എടുക്കുക, പിന്നെ ഫുഡ് കഴിക്കാൻ പോവുക. 8 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണില്ല. നമ്മൾ ഒരു 2 ദിവസത്തെ ഇതിന് വേണ്ടി വന്നിട്ട് മീൻസ് 2 ദിവസം ട്രാവലിംഗ് എല്ലാം കൂടെ കഴിഞ്ഞ് മൊത്തമായിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടുകയുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് കിട്ടുക. അതെ, ഇതാ എക്സ്പീരിയൻസ്ഡ് ആൾ, ലണ്ടൻകാരി, ഇവിടെ ഉള്ള ആൾ പറയണം, നമ്മൾ കേൾക്കണം. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുക്കുക, സ്ഥലമൊക്കെ മെയിനായിട്ടുള്ള സ്പോട്ട്സ് കാണാം, ഇത്രയേ ഉള്ളൂ. അത് തിരിച്ചു പോകും. പിന്നെ വരും. ഓരോരോ സ്ഥലങ്ങൾക്കായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയതല്ലാതെ ഞങ്ങളും ഈ ലണ്ടനായിട്ട് ഒരു ബന്ധമല്ല. ഞങ്ങൾ നോർത്ത് സൈഡിലാണ്, ബുഡിൽസ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റോക്ക്ഡണിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഇവിടുന്ന് ഒരു നല്ല ട്രാവലിംഗ് ഉണ്ട്. സോ ഞങ്ങൾ നോർത്തുകാരാണ്. നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. സോ നമ്മൾ വന്നത് മെയിനായിട്ട് വിൻ്റർ വണ്ടർലാൻഡ്
പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പിന്നെ നമുക്ക് ഡേ ടൈം ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ലണ്ടൻ ഐയും ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജൊക്കെ കാണാമെന്ന് വിചാരിച്ചു. 443 ഫീറ്റ് ഹൈറ്റ് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കാൻഡിലിവർ ഒബ്സർവേഷൻ വീൽ, ഇതാണ് ലണ്ടൻ ഐയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടാകുന്നു ക്യാമറയിൽ അങ്ങോട്ട് കൊള്ളുന്നില്ലായിരുന്നു. ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, നമ്മുടെ ചാർലി ചാപ്ലിൻ തന്നെ. ഒറിജിനൽ അല്ല, മനുഷ്യൻ വേഷം കിട്ടി നിൽക്കുന്നതാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ലണ്ടൻ ഐയുടെ ഭാഗത്തായിട്ടാണ്. ബിക്കോസ് അവിടെ നിന്ന് നമുക്ക് ബിഗ് ബെന്നും കാണാൻ പറ്റും, ലണ്ടൻ ഐ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഇതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയായിരുന്നു, ബട്ട് ജോയ്സ് മറന്നില്ല. എനിക്ക് വേണ്ടി നല്ലൊരു വീഡിയോ എല്ലാം കവർ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ലണ്ടൻ ഐയുടെ അവിടെ നമ്മൾ അത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഇല്ലയെന്ന് വിചാരിച്ചേ. ബട്ട് വീഡിയോസ് എല്ലാം തപ്പിക്കഴിഞ്ഞപ്പോൾ അതാണ് മനസ്സിലായി, എല്ലാ സ്പോട്ടും നല്ല കറക്റ്റും വ്യക്തവുമായി എടുത്തു തന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ ബിഗ് ബണ്ണിൻ്റെ അടുത്തുള്ളത്, അത് ഈ ലണ്ടൻ ഐൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ലണ്ടൻ ഐ ഇവിടെ, ബിഗ് ബൺ അവിടെ. ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവുക. നമ്മൾ എങ്ങടെ ലണ്ടൻ ബ്രിഡ്ജാണ് അടുത്ത്, ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകുക. അപ്പം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ട്രെയിൻ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആദ്യം ഭയങ്കര അലമ്പായിരുന്നു. അത് കാരണം വീഡിയോസ് അതൊക്കെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ലേസ് ആയി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രിഡ്ജ് കയറണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്രിഡ്ജ് കയറുന്നുണ്ട്. കാരണം ബ്രിഡ്ജ് കയറി ക്രോസ് ചെയ്താലേ നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇവിടെ അന്ന് ഫുൾ വ്യൂ കിട്ടും ലണ്ടൻ ഐൻ്റെ. നമ്മൾ എത്തൂലെന്ന് വിചാരിച്ചു, ബിഗ് ബണ്ണിൻ്റെ അടുത്ത് നമ്മൾ എത്തുക. ദൂരെ നിന്ന് നോക്കിയപ്പോൾ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ലെങ്കിലും ഇതിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേനും എനിക്കിത് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടി വന്നു. ഈ ഗെയിം ഒന്ന് നോക്കി നോക്കണേ. മിനിമം ഒരു ദിവസമെങ്കിലും എടുക്കും ഈ ബിഗ് ബെൻ മാത്രം കണ്ടു തീർക്കാൻ. എന്തായാലും ഞാനത് കാണാൻ ഒരു ദിവസം വരുന്നതായിരിക്കും. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിങ് ഡൗൺ. യെസ്, ഇതാണ് റിയൽ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ആ കാർട്ടൂൺ പറയുന്ന പോലെയും സ്പൈഡർമാൻ മൂവീസിൽ കാണുന്ന പോലെയും ടവർ ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ഓൾ പിടിച്ച് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് എത്തി. ഇടയിൽ കുറച്ച് സംഭവം ഉണ്ടായി, ഞാൻ പറഞ്ഞു. ഒന്നുമില്ല, ഒരു 50 രൂപ അത്രേ ഉള്ളൂ. ഒരു ഗെയിം കളിച്ചു. ഈ ഗെയിമിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തി? ലണ്ടൻ ബ്രിഡ്ജ് ആൻഡ് ടവർ ബ്രിഡ്ജ്. അപ്പോൾ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 years ബാക്ക് ആയിട്ടാണ് ഞാൻ വീഡിയോസിലൂടെ കണ്ട് മനസ്സിലാക്കിയത് ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അല്ല ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ഈ സ്പോട്ടിൻ്റെ സൈഡിലോട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ഫുഡ് കോർട്ടുകൾ. പക്ഷെ നമ്മളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. കാരണം ഇന്നലെ മൊത്തം വിൻ്റർ വണ്ടർലാൻഡിലും ഇതേ ഫുഡും ഇതേ ക്യാൻഡീസും ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം അവിടെ നിന്ന് ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു സൗത്ത് ഇന്ത്യൻ അല്ല, ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോകാനാണ് തീരുമാനിച്ചിരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. പക്ഷെ കാണുമ്പോൾ വട്ടറിയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ കൺട്രോൾ ചെയ്തു. നമ്മുടെ ലക്ഷ്യം കേരള റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആകമത്തെ ഒരു കൺഫ്യൂഷനായിരുന്നു. റൈറ്റ് നോക്കണോ, ലെഫ്റ്റ് നോക്കണോ, ബാക്ക് നോക്കണോ, സൈഡ് നോക്കണോ, എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിരുന്നു ഈ 360 ഡിഗ്രിയിലും ഉണ്ടായിരുന്നത്. പിന്നെ അവിടെയും നമ്മൾ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ആ സ്ഥലം എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഈ പ്ലേസ് ഇത്ര ക്രൗഡഡ് ആണെങ്കിലും നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എല്ലാവരും വരുന്നു, അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അല്ലാതെ ചില സ്ഥലത്തെ പോലെ കമൻ്റ് അടിക്കാനോ, ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ കമൻ്റ് അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവരുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഒരു സ്ഥലം എൻജോയ് ചെയ്യാനും ഏറ്റവും നല്ലത് അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സ് ആയിരിക്കും. ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളിഞ്ഞ് ഈസ്റ്റ് ഹാമിലല്ലേ, ഈസ്റ്റ് ഹാമിക്ക് പോവാ ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞ് റിട്ടേൺ സ്റ്റാനുവിൻ്റെ വീട്ടിലേക്ക്
പിന്നെ 8 മണിക്ക് ട്രെയിൻ. അത് കാരണം നമ്മൾ ഞാനെൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് സാധനമൊക്കെ ലഗേജൊക്കെ എടുത്തിട്ട് തിരിച്ച് ലണ്ടനിലോട്ട് കയറി അവിടുന്ന് ട്രെയിന് സെൻട്രൽ ലണ്ടനിലെ ട്രെയിൻ അവസാനം തിരിച്ചു വരും. ഓക്കെ, എവിടെ പോവാ നമ്മൾ? എവിടെ പോവാ പറഞ്ഞേ? What's that? It's a boat and flight. It's a boat? It's a flight. It's flight? No. What? It's a what? What? Car. Okay. What? Okay. Okay, പറഞ്ഞേ നമ്മൾ മാമു വയ്ക്കാൻ പോവാ ഗൈസ് എന്ന് പറ. പറഞ്ഞേ മാമു വയ്ക്കാൻ പോവാ പറഞ്ഞേ. ഹായ് ഗൈസ്, ഞങ്ങൾ മാമു കഴിക്കാൻ പോവാ പറ. മാമു കഴിക്കാൻ പോവാം. ഓക്കെ, ബൈ പറ. ബൈ Bye. ബൈ. Bye. 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 ഈസ്റ്റാമിൽ നവരജി എന്ന് പറയുന്ന ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. അവിടെ കയറി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു വ്ളോഗ് എടുക്കാൻ. അത് ഞാൻ എനിക്ക് ഉറക്കെ പറയാൻ വരുന്നില്ല. ബിക്കോസ് ചുറ്റും മലയാളികൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കംഫർട്ട് ഇല്ലായിരുന്നു വ്ളോഗ് എടുക്കാൻ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഒരുപാട് വാരി വലിച്ച് ഓർഡർ ചെയ്തൊന്നുമില്ല. ഒരൈറ്റം 2 പേർക്ക് അങ്ങനെയാണ് നമ്മൾ പല ഐറ്റംസ് വാങ്ങിയത്. എന്നിട്ടും ലാസ്റ്റ് കഴിച്ച് തീർക്കാൻ പാടായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ച് തീർത്തു. ആദ്യം നമുക്ക് ചട്ടിച്ചോറാണ് വന്നത്. പപ്പടം, തോരൻ, മീന്, ഇതെന്താ കിഴങ്ങറിയോ, കപ്പ, മുട്ട ഒക്കെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. അതൊക്കെയില്ല നല്ലത് ഇവിടുത്തെ സൗണ്ട് കൊണ്ട്. അടുത്തായിട്ട് വരട്ടെ. അതിന് ഫുഡെല്ലാം വന്നു. ചട്ടിച്ചോറ്, മന്തി, പിന്നെ ഫിഷ് പാൽക്കപ്പ, പിന്നെ കപ്പ ബിരിയാണി, ഇത്രയും ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിലൂടെ ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. നമുക്ക് കപ്പ ബിരിയാണി വെച്ച് ബാക്കിയെല്ലാം നല്ല സൂപ്പർ ഫുഡാണ്. ഇപ്പോൾ ലണ്ടനിൽ ടൂറിസ്റ്റൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഞങ്ങൾ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്യും. എക്സെപ്റ്റ് കപ്പ ബിരിയാണി ഒന്നുമല്ല, മസാല ഇച്ചിരി കുത്തു കൂടുതലായിരുന്നു. അല്ലാതെ വേറെ ഒരു ഫുഡിനും ഒരു പ്രശ്നമില്ല. നല്ല സൂപ്പർ ഫുഡായിരുന്നു. മന്തിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. 2 ക്യാബിലായിട്ട് വീട്ടിലെത്തി. പിന്നെ നമ്മൾ റെഡിയായി പെട്ടെന്ന് ഇറങ്ങി. എഗെയിൻ നമ്മൾ ബൈ ബൈ പറയാം മിററിനോട്. ബൈ. ആർക്കാ ബൈ? ഈ വീടിന് പോവാണ് ഗൈസ്, പോവാണ്. ഇവിടെ വിട്ട് പോവാണ്. ഷാനിൻ്റെ വീട്ടിൽ നിന്ന് പോകാണ്. ഷാനിൻ്റെ വീട്ടിൽ നമ്മൾ ട്രെയിൻ കയറാൻ പോകാം. ആദ്യമായിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങി. ഇവിടെ വന്നിട്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ തിരിച്ചു പോകാനുള്ള ട്രെയിൻ കിട്ടാൻ. അത് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല എന്ന് അറിയുന്നത് കൊണ്ട് എല്ലാവരും ഒന്ന് വേഗം ഇറങ്ങി. അതെ, പഞ്ച്വാലിറ്റി. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ എക്സ്ട്രാ ഉള്ള ആള്, എന്താ പേരിട്ടേക്കടെ? അപ്പു. അതെ, അപ്പു എന്ന് ഒഫീഷ്യലി അപ്പു എന്ന് പേരിട്ടേക്കുന്നു. ഇൻട്രോ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പിറ്റെടുക്കുന്ന കേട്ടോ ഇത്. അപ്പം നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് ടൈമിലെത്തി. നമുക്ക് ഷാനുവിനോട് ബായ് വരാൻ സമയമായി. ഷാനു ബായ്. നമുക്ക് ഫ്രീ അക്കോമഡേഷനും ഫുഡും ഒക്കെ തന്ന ഷാനുവിന് താങ്ക് യു പറയണ്ടേ. ഷായിന് ഫ്രീ ടിക്കറ്റ് ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ലാഭാക്കി തന്ന് ഷായിനോട് താങ്ക് യു. ഞങ്ങൾ ട്രെയിൻ എത്തി, പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തു. നമ്മുടെ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്താം. ഒന്നും കൂടെ നമുക്ക് ബൈ പറയാം നമ്മുടെ ഷാനുവിനോട്. നമ്മളെല്ലാവരും കാത്തില്ല. നമ്മളെ കാണണമെങ്കിൽ ഇനി ഒരു 1.5 മാസം എടുക്കുമായിരിക്കും. കോളേജ് ഓപ്പൺ ചെയ്യാൻ ക്ലാസ്സിന് വരണം. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ കാണാം. ബൈ ഷാനു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. അതന്നെ. ബൈ പറയാ കുട്ടാ. ബൈ.